നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായിരുന്നു അവർ മരണപ്പെട്ടിരുന്നതെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു? എന്നാൽ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അവർ ഖുർആൻ പഠിച്ചു. അവർ മരണപ്പെട്ടപ്പോൾ അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന. ആരാ ഉമർ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞിട്ട് ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളിൽ രണ്ടാമത്തെ വ്യക്തിത്വം ഉമർ. ഉമറിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകൂ ആരായിരുന്നു ഉമർ, എന്തായിരുന്നു ഉമർ. ആ ഉമറിനെ കുറിച്ച് പറയാണ് ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. ഉസ്മാനുൻ ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ്. ആരെ? മുഹാജിറുകളെ, അൻസാറുകളെ. എന്താ ഉണ്ടായത്? ഖുർആനും സുന്നത്തും പഠിച്ച് നല്ല മനുഷ്യരായി, ഈമാനോടുകൂടിയുള്ള മരണം ഉണ്ടായി. എനിക്കും നിങ്ങൾക്കതുണ്ടാവണം. മുറുകെ പിടിക്കൂ റബ്ബിനെ, മുറുകെ പിടിക്കൂ ഖുർആനിനെ. പെട്ടെന്നായിരിക്കാം, നമ്മളറിയാതെ പെട്ടെന്ന് മരണം വരാം. മുന്നറിയിപ്പില്ലാതെ വന്നേക്കാം, ഏത് സമയത്തും വന്നേക്കാം. അപ്പോൾ തൗഹീദോടുകൂടി മരിച്ചാൽ അവർക്കത് റാഹത്താണ്, ഇല്ലെങ്കിൽ അപകടമാണ്.